ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഭാഗമാണ്. ഇന്നലെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ സെയിൽസ് എന്നുള്ള ആ ഒരു ഭാഗവും അതിൻ്റെ അണ്ടറിൽ വരുന്ന ചില റേഷ്യോസുമായിരുന്നു. ഇന്ന് ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഒന്നാണ്. എന്താണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിൻ്റെ മേലിൽ നമുക്ക് ലഭിക്കുന്ന വരുമാനം അഥവാ റിട്ടേൺസ് എന്ന് പറയുന്നത് എന്താണ്, അതാണ് ചുവടെ നൽകിയിട്ടുള്ളത്. കമ്പ്യൂട്ടിംഗ് ROI എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ROI ഈസ് ടു നോ ഹൗ മച്ച് പ്രോഫിറ്റ് ഈസ് ഏർണിംഗ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. നമ്മൾ ടോട്ടലി ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ഫിക്സഡ് അസറ്റ് ആയിക്കോട്ടെ, അസറ്റിൽ എത്ര രൂപയാണോ നമ്മൾ ക്യാപിറ്റൽ ചിലവഴിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്, അതിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺ എത്രയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ROI നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ പർപ്പസ് ഈസ് ടു നോ ഹൗ എഫിഷ്യൻ്റ്ലി ദ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻ ബിസിനസ് ഈസ് യൂട്ടിലൈസ്ഡ്. നമ്മുടെ ബിസിനസ്സിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു, നമ്മൾ ഉപയോഗിച്ച ഈ ഒരു എമൗണ്ട് ഉപയോഗിച്ചിട്ട് ഈ ഒരു എമൗണ്ട് ദാറ്റ് നമ്മുടെ ലഭ്യമായിട്ടുള്ള ക്യാപിറ്റൽ ബിസിനസ്സിന് തുടങ്ങുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് അസറ്റുകൾ അക്വയർ ചെയ്തിട്ടുണ്ട്. ഫിക്സഡ് അസറ്റ് ആയിക്കോട്ടെ, കറണ്ട് അസറ്റ് ആയിക്കോട്ടെ, അതിന് നമ്മൾ പണം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് എത്രത്തോളം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നെല്ലാം നമുക്ക് ഈ റിട്ടേൺ ലഭിക്കുന്നുണ്ടോ എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. ദ സ്റ്റാൻഡേർഡ് ദാറ്റ് ഇസ് ഐഡിയൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് റേഷ്യോ ഈസ് 15%. 15% ലഭിക്കുകയാണെങ്കിൽ അത് നമുക്ക് സ്റ്റാൻഡേർഡ് റേഷ്യോ എന്നുള്ള നിലക്ക് പറയാൻ സാധിക്കും. ദെൻ ദ ഹയർ ദ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേറ്റർ ഈസ് ദ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ആൻഡ് മോർ ഈസ് ദ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. നമുക്ക് ഈ ഒരു 15% ലഭിക്കുകയാണെങ്കിൽ, അതിൻ്റെ കൂടുതൽ ലഭിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാവുന്നത് ഗ്രേറ്റർ ഇൻ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി, നമ്മുടെ മൊത്തത്തിലുള്ള പ്രോഫിറ്റബിലിറ്റി നോക്കുമ്പോൾ അത് നല്ല രീതിയിൽ ഉണ്ട്, നമ്മുടെ ഈ ഒരു ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ചെയ്തിട്ടുള്ളത് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ദെൻ ഈ ഒരു ROI അഥവാ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. അപ്പോൾ നമ്മുടെ ലഭ്യമായിട്ടുള്ള ഗ്രോസ് പ്രോഫിറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം. പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്ത്? അത് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് ചെയ്തിട്ടുള്ള ലഭിക്കുന്ന എമൗണ്ട് ആണ് നമ്മൾ എന്ത് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ എന്താണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നുള്ളതാണ് അടുത്ത കോമ്പണൻസ്. അതിൽ പറയപ്പെടുന്നത് ക്യാപിറ്റൽ എംപ്ലോയിഡിനെ തന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. മുമ്പ് നമ്മൾ പറഞ്ഞു ഫിക്സഡ് അസറ്റിലോ കറണ്ട് അസറ്റിലോ എന്തിലായിട്ട് ആയിക്കോട്ടെ. ദെൻ മേ ബി ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആവാം ചിലപ്പോൾ, അല്ലെങ്കിൽ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആവാം. എന്താണ് ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ്, എന്താണ് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ചുവടെ നൽകിയിട്ടുണ്ട്. ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് മീൻസ് ടോട്ടൽ അസറ്റ്. ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണെങ്കിൽ മൊത്തത്തിൽ ബിസിനസ്സിലുള്ള മൊത്തം അസറ്റുകളും അതിൽ ഉൾക്കൊള്ളും. ഏതൊക്കെ? ഫിക്സഡ് അസറ്റ് പ്ലസ് കറണ്ട് അസറ്റ്, ഒന്നും അതിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. അതാണ് ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് എടുക്കുന്ന ആ ഒരു ഭാഗത്ത് ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എടുക്കാറുണ്ട്, ചില സമയത്ത് നെറ്റ് എടുക്കാറുണ്ട്. അതാണ് ഇപ്പോൾ പറയുന്നത്. ഗ്രോസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസറ്റ് അഥവാ ഫിക്സഡ് പ്ലസ് കറണ്ട് അസറ്റ്. ദെൻ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ എന്താണ് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ്? ദാറ്റ് ഈസ് ടോട്ടൽ അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്.
ടോട്ടൽ അസറ്റ് അഥവാ ഫിക്സഡ് അസറ്റ് കറണ്ട് അസറ്റ് അതിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് അതാണെന്ത് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയിട്ട് പരിഗണിക്കുന്നത്. അല്ലെങ്കിൽ അത് ഒന്നുകൂടി വിശദീകരിക്കുകയാണെങ്കിൽ ഇതാണ് ഫിക്സഡ് അസറ്റ് പ്ലസ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്. എക്സ്പ്ലെയിൻ ചെയ്ത അത് ആ ഒരു കാര്യം തന്നെയാണ് അവിടെ ചുവടെ നൽകിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ അത് കണക്കാക്കാൻ കഴിയും. നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് പ്ലസ് ഡിബഞ്ചേഴ്സ് പ്ലസ് അതർ ലോങ് ടേം ലോൺസ്. ഇപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ഫിക്സഡ് അസറ്റ് പ്ലസ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാലും ഈ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് പ്ലസ് ഡിബഞ്ചേഴ്സ് പ്ലസ് അതർ ലോങ് ടേം ലോൺസ് എന്ന് പറഞ്ഞാലും ഒരേ എമൗണ്ടാണ് കിട്ടുക. കാരണം നമുക്കറിയാം ഒരു ബാലൻസ് ഷീറ്റിൻ്റെ രണ്ട് ഭാഗത്തും അസറ്റ് സൈഡിലും ലയബിലിറ്റി സൈഡിലും ഈക്വൽ ആയിരിക്കും എമൗണ്ട്. അസറ്റ് സൈഡിൽ എന്തൊക്കെയാണ് ഉണ്ടാവുകയുള്ളൂ? ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും തന്നെയല്ലേ ഉണ്ടാവുകയുള്ളൂ. ആ ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും, റിസർവ് ഉണ്ടാവും, ഡിബഞ്ചർ ഉണ്ടാവും, അതർ ലോങ് ടൈം ലോൺസ് ഉണ്ടാവും, കറണ്ട് ലയബിലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗം ടാലി ആയിരിക്കും. അപ്പോൾ ഈ ഒരു എമൗണ്ട് നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫിക്സഡ് അസറ്റ് പ്ലസ് കറണ്ട് അസറ്റ് പറഞ്ഞാൽ ടോട്ടൽ അസറ്റ് നമുക്ക് ലഭിച്ചു. അസറ്റ് സൈഡിലെ ടോട്ടലും ലയബിലിറ്റി സൈഡിലെ ടോട്ടലും അത് തന്നെയായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? അതിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് ആണ് കുറച്ചാൽ നമുക്ക് കിട്ടുന്ന അതേ എമൗണ്ട് തന്നെയാണ് ഈ ഷെയർ ക്യാപിറ്റൽ, റിസർവ്, ഡിബഞ്ചർ, അതർ ലോങ് ടൈം ലോൺസ് ചെയ്താൽ കിട്ടുക. കാരണം എന്താ? ലയബിലിറ്റി സൈഡിൽ ഐറ്റമായിട്ടുള്ള കറണ്ട് ലയബിലിറ്റീസ് നമ്മൾ അവിടെ എടുക്കുന്നില്ല. അപ്പോൾ സെയിം ആയിട്ടുള്ള എൻട്രി എമൗണ്ട് തന്നെയാണ് നമുക്ക് ലഭിക്കുക. ഈ രണ്ട് രീതിയിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ വരുന്ന മറ്റൊരു റേഷ്യോ ഉണ്ട്. ഇതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. അതിനു മുമ്പ് മറ്റൊരു റേഷ്യോ ഇത് സെയിം ആയിട്ട് വരുന്നത് തന്നെയാണ്, അതും കൂടി ഒന്ന് പരിചയപ്പെടാം. അതാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ രണ്ടാമത്തെ റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ നെറ്റ് വർത്ത്. മേ ബി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നെറ്റ് വർത്ത് ആയിരിക്കാം, എന്തും നമുക്ക് ഉപയോഗിക്കാം. റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് ഓർ നെറ്റ് വർത്ത് അതിൻ്റെ മേലിൽ എത്ര റിട്ടേൺ ലഭിക്കുന്നുണ്ട് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അവർക്ക് എത്രത്തോളം റിട്ടേൺ ലഭിക്കുമെന്നുള്ളതാണ് ഈ ഒരു റേഷ്യോ നമ്മൾ പഠിക്കുന്നത്. അവിടെ നൽകിയിട്ടുണ്ട് റേഷ്യോ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ നെറ്റ് വർത്ത്. നെറ്റ് പ്രോഫിറ്റ് ആണ്. നേരത്തെ എടുത്തിരുന്ന പ്രോഫിറ്റ് എന്തായിരുന്നു? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആയിരുന്നു. പക്ഷേ ഇവിടെ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആണ് ഇവിടെ എടുക്കുന്നത്. ഇറ്റ് മെഷർ ദ പ്രോഫിറ്റബിലിറ്റി ഫ്രം ദി ഷെയർ ഹോൾഡേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിൽ നോക്കുന്ന സമയത്ത് പ്രോഫിറ്റബിൾ ആണോ അല്ലേ എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുള്ള ഇക്വേഷനാണ് ചുവടെ നൽകിയിട്ടുള്ളത്. റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ നെറ്റ് വർത്ത് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എത്രയെന്നുള്ളത് ലഭിക്കും. ചെറിയ ഒരു ഭാഗമാണത്. സെയിമായിട്ട് നമ്മൾ മുമ്പ് ചെയ്ത അതേ പ്രോബ്ലത്തിൻ്റെ പോലെ തന്നെ. ഇനി ഇതേപോലെ ഈ ഒരു പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ ഇതേപോലെ സാമ്യമുള്ള മറ്റൊരു റേഷ്യോ വരുന്നതുണ്ട്. അതെന്തെന്ന് കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് പഠിച്ചു പോകാം. കാരണം എല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണ്, അതുകൊണ്ടാണ് മൂന്നും ഒരുമിച്ച് പറയുന്നത്. മൂന്നാമത്തെ റേഷ്യോ ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആയിരുന്നു. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഇക്വിറ്റിയും ഉണ്ടാവും, പ്രിഫറൻസ് ഷെയറും ഉണ്ടാവും. ഇനി അടുത്തത് മൂന്നാമത്തെ പറയുന്നതാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നല്ല പറഞ്ഞത്, ഇക്വിറ്റി ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞത്. കാരണം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ഇക്വിറ്റിയും ഉണ്ടായിരുന്നു, പ്രിഫറൻസ് ഉണ്ടായിരുന്നു. ഇവിടെ എന്താണ്? ഇക്വിറ്റി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതാണ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ കമ്പനി ഫ്രം ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. കാരണം ക്യാൻ ബി അസസ്ഡ് ഇൻ ടേംസ് ഓഫ് റിട്ടേൺ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ടു എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ദം. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അഥവാ ദ എൻഡ് ഏറ്റവും അവസാനം നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് നൽകുക. എല്ലാം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ഉണ്ടെങ്കിലാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക. കാരണം ദേ ആർ ദ റിയൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷനാണ് ചുവടെ നൽകിയിട്ടുള്ളത്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. ഇവിടെ വന്നിട്ടുള്ള മാറ്റം ശ്രദ്ധിക്കുക. നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആയിരുന്ന സമയത്ത്. ഇവിടെ എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്.
ടാക്സും പ്രിഫറൻസ് ഡിവിഡൻറ്റും കൊടുത്തതിൻ്റെ ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. നെറ്റ് ഡിവിഡൻറ്റ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻറ്റും കൊടുത്തു കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ദെൻ ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടാണ് ഡിനോമിനേറ്റർ ആയിട്ട് നമ്മൾ എടുത്തത്. നേരത്തെ എന്തായിരുന്നു, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടായിരുന്നു എന്നുള്ളതും മനസ്സിലാക്കുക. ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റലും ലഭിക്കും. ഇപ്പോൾ ഈ ഒരു 3 റേഷ്യോസ് അഥവാ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റലും ഏകദേശം റിലേറ്റ് ചെയ്തു വരുന്ന ഒരു ഏരിയ തന്നെയാണ്. കാരണം എല്ലാം ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള റേഷ്യോസാണ്. അതുകൊണ്ട് നമുക്ക് ഒരു എക്സാമ്പിളിൻ്റെ സഹായത്തോടെ ഇതൊന്ന് ചെയ്തു നോക്കാം. എക്സാമ്പിൾ ഇതാണ്. ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ദെൻ റിട്ടേൺ ഓൺ നെറ്റ് വർത്ത്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് തന്നെ. അതുപോലെ തന്നെ റിട്ടേൺ ഓൺ നെറ്റ് വർത്തും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 റേഷ്യോസ് ഇവിടെ പഠിച്ചു. അതിൽ 2 എണ്ണമാണ് ഈ ഒരു എക്സാമ്പിളിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ എംപ്ലോയിഡ് ചെയ്യാനും അതുപോലെ തന്നെ റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. ആദ്യം എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന് നോക്കാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 5 lakh, റിസർവ് 1,50,000, ദെൻ 10% ഡിബഞ്ചേഴ്സ് 3 lakh, കറണ്ട് ലയബിലിറ്റീസ് 2,50,000, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 4 lakh, ദെൻ റേറ്റ് ഓഫ് ടാക്സ് 40%. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് നൽകിയത്. ഇതിൽ നിന്ന് ആദ്യം ഒന്നാമതായിട്ട് കണ്ടെത്തേണ്ടത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ ഇക്വേഷൻ എന്ത് എന്നുള്ളതൊന്ന് എടുത്തെഴുതുക. ആൻസർ എഴുതുമ്പോൾ ആദ്യം ഇക്വേഷൻ എടുത്തെഴുതുക. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നതിന് പകരം തന്നെ നമ്മൾ ഉപയോഗിച്ചിരുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് നമുക്ക് ഉപയോഗിക്കാം. ദെൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100 എന്നുള്ള ഈ ഒരു ഇക്വേഷൻ നമുക്ക് അവിടെ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നൽകിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 4 lakh നൽകിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് കാണേണ്ടത്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കൊടുക്കുന്നതിന് മുമ്പുള്ള നെറ്റ് പ്രോഫിറ്റ്, ദെൻ ഈ ഒരു ടാക്സ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിനുള്ള ആ ഒരു എമൗണ്ട്, ദാറ്റ് ഈസ് അവരുടെ ഒരു 10% ഡിബഞ്ചേഴ്സ് ആണല്ലേ, 10% ഡിബഞ്ചേഴ്സ് അല്ലേ. സ്വാഭാവികമായിട്ടും ഈ ഒരു നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് ഈ ഒരു 10% നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ടാക്സ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു ഡിബഞ്ചർ ഹോൾഡേഴ്സിലുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കൊടുക്കാറുണ്ട്. 10% ആകുമ്പോൾ 3,00,000 30,000 എന്ത് ചെയ്തിട്ടുണ്ടാവും, അവരുടെ ഇൻട്രസ്റ്റ് നൽകിയിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു നെറ്റ് പ്രോഫിറ്റിലേക്ക് അതും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ലഭിക്കുകയുള്ളൂ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ലഭിക്കണമെങ്കിൽ ഈ എമൗണ്ട് അതിലേക്ക് ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 4,30,000 ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് എന്ത് കിട്ടും, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ലഭിക്കും. പിന്നെ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ മുമ്പ് പഠിച്ചു, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് ലഭിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. എങ്ങനെ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അതുപോലെ തന്നെ പ്ലസ് റിസർവ് പ്ലസ് ഡിബഞ്ചേഴ്സ്, ഈ വരുന്ന ഈ ഒരു 3 ഐറ്റംസ് ഇത് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ള ആ ഒരു ഭാഗമാണ് ഇവിടെ ഏറ്റവും അവസാനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവഞ്ചറി ഇതാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ആ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിലേക്ക് തന്നെ ഒന്നുകൂടി പോവാം. ഓക്കെ, ആ പ്രോബ്ലം നമ്മൾ ഇത്രയും കാര്യങ്ങൾ എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഒരു ഇക്വേഷനിൽ ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ആ പ്രോബ്ലം ആൻസർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതെന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞതുപോലെ ആവശ്യമായിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്നുള്ളത് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ആ ഒരു 4 lakhൻ്റെ കൂടെ എന്ത് ചെയ്യുക, 10% അവരുടെ ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഈ ഒരു ക്യാപിറ്റൽ എംപ്ലോയിഡും
ഡിവൈഡ് ചെയ്ത് 100 മൾട്ടിപ്പിൾ ചെയ്ത് നമുക്ക് ആൻസർ ലഭിക്കും. അതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആദ്യം എന്ത് ചെയ്യുക, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നുള്ള ആ ഒരു ഇക്വേഷൻ എടുത്ത് എഴുതുക. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ലഭിക്കണമെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. 4 ലക്ഷം പ്ലസ് 30,000, 4,30,000 ആണ് എന്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് ലഭിച്ചു. ദെൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണാനുള്ള ഒരു കാര്യം മുമ്പ് കാണിച്ചു തന്നു. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് പ്ലസ് ഡിബെഞ്ചേഴ്സ്. നമ്മുടെ പ്രോബ്ലത്തിലുള്ള ഐറ്റംസ് 5 ലാക്ക്, 1,50,000 3 ലാക്ക് എടുത്തു. അങ്ങനെ 9,50,000 നമുക്ക് ലഭിച്ചു. ദെൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണാൻ വേണ്ടി ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 4,30,000 ഡിവൈഡഡ് ബൈ 9,50,000 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും 45.26% എന്നുള്ള ഒരു എമൗണ്ട്. അതാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. നമ്മൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് ചെയ്ത 9,50,000 45.26% നമുക്ക് റിട്ടേൺ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മളോട് രണ്ടാമതായിട്ട് ഇവിടെ മറ്റൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളത് റിട്ടേൺ ഓൺ നെറ്റ് വർത്ത്. റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? റിട്ടേൺ ഓൺ നെറ്റ് വർത്ത്, shareholders fund or net worth. That is return on shareholders fund or net worth is equal to net profit after interest and tax divided by shareholders fund or net worth. അപ്പോൾ ആൻസർ ചെയ്യാൻ ആദ്യം എന്ത് ചെയ്യുക, ഇക്വേഷൻ എടുത്ത് ചെയ്താൽ റിട്ടേൺ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇസ് ഇക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത് ഇൻറ്റു 100 എന്നുള്ള ഇക്വേഷൻ ആദ്യം എടുത്ത് ചെയ്താൽ. എന്നിട്ട് പ്രോബ്ലത്തിൽ ഈ ഒരു നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ അടങ്ങിയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആൻസറും ലഭിക്കും. ആദ്യം ആ പ്രോബ്ലത്തിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു പോവാം. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് നൽകിയിട്ടുള്ളത്. നമുക്ക് എന്താണ് ആഫ്റ്റർ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് ആവശ്യമുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ടാക്സ് മൈനസ് ചെയ്യുക. ദെൻ ഇൻട്രസ്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മുടെ 40% ആണ് റേറ്റ് ഓഫ് ടാക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു എമൗണ്ട് നെറ്റ് പ്രോഫിറ്റിൻ്റെ 40% ടാക്സ് ആ ഒരു എമൗണ്ടും കൂടി അതിൻ്റെ കൂടെ മൈനസ് ചെയ്തിട്ട് ഒന്ന് കാണിക്കേണ്ടതുണ്ട്. ആദ്യം അതിൻ്റെ 40% എത്രയെന്ന് നോക്കാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 4 ലാക്കിൻ്റെ 40% നമുക്ക് മനക്കണക്ക് കൂട്ടാൻ തന്നെ എളുപ്പമാണ്. ഇതൊക്കെ എന്താ വെച്ചാൽ 4 ലാക്കിൻ്റെ 10% ആണെങ്കിൽ എത്രയായിരിക്കും, നമുക്ക് 40,000 അല്ലേ ലഭിക്കുക, 40,000 ലഭിക്കുക. അപ്പം 20% ആണെങ്കിൽ അത് 80,000 ആവും അല്ലേ. നമുക്ക് എന്താണ് 40% ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 1,60,000 രൂപ ടാക്സ് അതിൽ നിന്ന് മൈനസ് ചെയ്യാനുണ്ടാവും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു ഇക്വേഷനിൽ ഒന്ന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആ ഒരു ആൻസറിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇവിടെ ഇക്വേഷൻ എടുത്ത് എഴുതിയിട്ടുണ്ട്. റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് സിക്കൽ ടു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നെറ്റ് വർത്ത് ഇൻറ്റു 100. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ലഭിക്കണമെങ്കിൽ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ദാറ്റ് ഈസ് 4 ലാക്ക് മൈനസ് എന്താണ് 40% ഏത് നമ്മുടെ ആ ഒരു ടാക്സിൻ്റെ എമൗണ്ട് 40%. എത്രയാണ് 40%? എന്തിൻ്റെ 40% ആണ്? 4 ലക്ഷത്തിൻ്റെ 40% ആണ്. അഥവാ നെറ്റ് പ്രോഫിറ്റിൻ്റെ 40% നമ്മൾ അവിടെ ഇൻട്രസ്റ്റ് ടാക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ എമൗണ്ട് മൈനസ് ചെയ്താൽ 4 ലക്ഷത്തിൽ നിന്ന് 1,60,60,000 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2,40,000 പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ലഭിക്കും. ദെൻ ഇനി നമുക്ക് ലഭിക്കേണ്ട മറ്റൊരു ഐറ്റമാണ് നെറ്റ് വർത്ത്. നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും ഉണ്ടാവും, റിസർവ്സും ഉണ്ടാവും. നെറ്റ് വർത്ത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് അഥവാ നെറ്റ് വർത്ത്. ആ ഒരു എമൗണ്ട് നമുക്ക് 5 ലക്ഷം 1,80,000 അങ്ങനെ 6,50,000 ലഭിച്ചു. ഇനി അതെന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ ലഭിക്കും. അതാണ് 2,40,000 ഡിവൈഡഡ് ബൈ 6,50,000 ഇൻറ്റു 100 ദാറ്റ് ഈസ് 36.92% എന്തുണ്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നെറ്റ് വർത്തുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും ശതമാനം ലഭിച്ചു. ഈ ഒരു രീതിയാണ് നമ്മൾ ഈ ഒരു 3
പ്രോബ്ലം ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ്. എല്ലാവരും ഇക്വേഷനും കാര്യങ്ങളും അതിൻ്റെ കോമ്പണൻസും ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. നമുക്ക് ഈ ഐറ്റംസ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു എസ്സേ പ്രോബ്ലം വരികയാണെങ്കിൽ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ഇക്വേഷൻസും നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ ഇനി വരുന്ന 1-2 ഇക്വേഷൻസും കൂടിയുണ്ട്. അതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ഒരു എസ്സേ പ്രോബ്ലം വരുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പഠിക്കുക. അതിന് വേണ്ടിയിട്ട് ഇക്വേഷൻസ് മനസ്സിലാക്കുക എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. കാരണം നോക്കിയിട്ട് എഴുതുന്ന സമയത്ത് നമുക്കത് മനസ്സിലേക്ക് പതിപ്പിക്കണം. എങ്ങനെയാണ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ബാക്കിയുള്ള കുറച്ച് റേഷ്യോസ് ബാക്കിയുണ്ട്. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം.